താമരയുടെ ട്യൂബർ നടാൻ ഇത്തിരി ചാണകപ്പൊടി തിരഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാട്ടോ. സരസ്വതി എന്നാ പേര്. അപ്പം അവരെ വീട്ടിലേക്ക് പോയപ്പോൾ അവരവിടെ ഇല്ല. പക്ഷേ അവരുടെ മുറ്റത്തെ കാഴ്ചനെ അത്ഭുതപ്പെടുത്തി. അതീവ മനോഹരമായിട്ടാട്ടോ ഇവിടെ ഒരു ചെറിയൊരു പൂന്തോട്ടമുണ്ട്. അധികം വെറൈറ്റി ഒന്നുമില്ല. ഇത് ചെണ്ടുമല്ലിയുടെ റെഡും ഓറഞ്ചും കലർന്നൊരു കോമ്പിനേഷനാണ്. പിന്നെ 2 മലസ്റ്റോമ ചെടി, അങ്ങനെ ഏതാണ്ടൊക്കെയോ 3-4 തരം ചെടികൾ കേട്ടോ. പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലി മാത്രം മതി. കണ്ടാൽ വല്ല പാർക്കിലൊക്കെ നമ്മൾ കണ്ട പോലെ കേട്ടോ. അവരിതിന് ചാണകം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുക. പിന്നെ പോരാത്തതിന് അവിടെ ഒരു വലിയ റോസ് കൊമ്പുണ്ട് കേട്ടോ വെട്ടിയിട്ടിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ വല്ലാതെ കൊതിയായി. അപ്പം ചേച്ചി പറഞ്ഞു, നീ അത് കൊണ്ടുപോയിക്കോ, അത് വെറുതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അടി അവർ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുക, ഹാർഡ് പ്രൂണിങ് ചെയ്ത് അവിടെ കളഞ്ഞതാട്ടോ റോഡിൽ. ഇതൊക്കെ മഴക്കാലത്ത് പലയിടത്തും കാണുന്ന, പണ്ടേ കാണുന്നൊരു കാഴ്ചയാണ്. റോസൊക്കെ കണ്ട് അടിയോടെ വെട്ടിയിട്ട് അവർ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് എടുത്ത് കൊണ്ടാവാമല്ലോ. അത് ഈ വയനാട്ടിൽ ഇപ്പോഴും മാത്രമല്ല, ഒരുപാട് കാലം മുമ്പും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ മെലസ്ട്രോമയൊക്കെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത്. ഇതാണ് വയനാടൻ മണ്ണിൻ്റെയും വയനാടൻ കാലാവസ്ഥേൻ്റെയും പ്രത്യേകത. ഏതൊരു പൂവും നല്ല കളറിൽ നല്ല വലുപ്പത്തിൽ നിറഞ്ഞ് പൂക്കാൻ ഈ കാലാവസ്ഥയേക്കാൾ അനുയോജ്യമായ വേറെ ഒന്നുമില്ല കേട്ടോ. മറ്റുള്ളിടത്തൊക്കെ നമ്മൾ അത്രയധികം കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു വെറും ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമല്ല. വേറെ ഒരു വളം അതിന് ഉപയോഗിക്കുന്നില്ല. പിന്നെ പുഴുക്കളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കീടനാശിനി അവർ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ വരുമ്പോൾ 5-6 ചെടികളെ, ചാണകപ്പൊടി കിട്ടിയില്ല, മഴക്കാലമല്ലേ, പച്ച ചാണകം മാത്രമേ ഉള്ളൂ, അവർക്ക് പശുവുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ചെടികളായിട്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് പോസ്റ്റ് വുമണിനെ കണ്ടുമുട്ടി. അപ്പോൾ എനിക്കുള്ള പോസ്റ്റ് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നു. വേറെ ഒന്നുമല്ല കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. സീഡ്സാണ്. ഞാനിപ്പോൾ 2-3 സീഡ്സിന് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിലുള്ളതാണ് കോസ്മോസിൻ്റെ സെൻസേഷണലും, പിന്നെ അതുപോലെ ഹോളി ഹുക്കിൻ്റെ മൾട്ടി പെറ്റലും, പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ആൻറ്റിറിനത്തിൻ്റെ ഒരു പാക്കറ്റും. അങ്ങനെ 3 പാക്കറ്റ് വിത്തുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഇത് കൊണ്ടുപോയി നടണം. എന്തായാലും കൊണ്ടുവരുമ്പോഴത്തേനും ഇതുവരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതാ മഴ വരുന്നുണ്ട്. എന്തായാലും മഴയൊന്ന് ശമിച്ചിട്ട് വേണം എനിക്കിതെല്ലാം നട്ടുണ്ടാക്കാൻ കേട്ടോ.